പുനരധിനിവേശ വിഷയത്തിൽ എറണാകുളം MP ഹൈബി ഈഡനെതിരെ വ്യാപക പ്രതിഷേധം. കോൺഗ്രസ് MP നിലപാട് വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ട് മുനമ്പം സമരസമിതിയുടെ വീഡിയോ ക്യാമ്പയിൻ. ഹൈബിക്കെതിരെ വിദ്യാർത്ഥികളും രംഗത്ത് വന്നു. കാണാം ആ വീഡിയോ. അപ്പനമ്മയും സമരമുഖത്തിരിക്കുന്ന ഈ സമയത്ത് വഖഫ് ഭേദഗതി ബില്ലിൽ ശ്രീ ഹൈബിയുടെ നിലപാട് എന്താണെന്നറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഞങ്ങളുടെ ആരാധനാലയം നഷ്ടപ്പെടാൻ പോകുന്ന ഈ സാഹചര്യത്തിൽ പാർലമെന്റിൽ ശ്രീ ഹൈബി ഈഡന്റെ നിലപാട് എന്താണെന്ന് അറിയാൻ എനിക്കും ആഗ്രഹമുണ്ട്. ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഞങ്ങളുടെ അപ്പനും അമ്മയും സമരമുഖത്തിരിക്കുന്ന ഈ സമയത്ത് വഖഫ് ഭേദഗതി ബില്ലിൽ ശ്രീ ഹൈബി ഈഡന്റെ നിലപാട് എന്താണെന്ന് ഞങ്ങൾക്ക് അറിയുവാൻ ആഗ്രഹമുണ്ട്. പാർലമെന്റിൽ വഖഫ് ബില്ലിൽ ഹൈബി ഈഡന്റെ ഈ നിലപാടെന്താണെന്ന് ഞങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. ഞങ്ങൾക്കറിയാൻ ആഗ്രഹമുണ്ട്. പ്ലസ് ടു കഴിഞ്ഞ് വിദേശ പഠനത്തിനായി പോകാനിരിക്കുന്ന എനിക്ക് വഖഫ് നിയമത്തിൻ്റെ പേരിൽ വന്നിരിക്കുന്ന ബുദ്ധിമുട്ട് കാരണം സാമ്പത്തികമായി എൻ്റെ പഠനത്തിൽ വഴിതടസ്സം ഉണ്ടായിരിക്കുന്ന ഈ അവസരത്തിൽ പാർലമെൻറ്റിൽ പാസ്സാക്കാനിരിക്കുന്ന വഖഫ് നിയമ ഭേദഗതി ബില്ലിൽ ഞങ്ങളുടെ MP ആയ ശ്രീ ഹൈബി ഈഡന്റെ നിലപാടറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഞങ്ങളുടെ അപ്പനും അമ്മയും സമരമുഖത്തിരിക്കുന്ന ഈ സമയത്ത് വഖഫ് ഭേദഗതി ബില്ലിൽ ശ്രീ ഹൈബി ഈഡന്റെ നിലപാട് എന്താണെന്നറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പാർലമെന്റിൽ പാസ്സാക്കാൻ പോകുന്ന വഖഫ് നിയമ ഭേദഗതിയിൽ ഞങ്ങളുടെ MP ആയ ഹൈബി ഈഡന്റെ നിലപാട് എന്താണെന്നറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പാർലമെന്റിൽ ബില്ല് അവതരിപ്പിക്കുമ്പോൾ ഞങ്ങളുടെ MP ആയ ഹൈബി ഈഡൻ എന്ത് നിലപാടെടുക്കും? എൻ്റെ അപ്പനമ്മയും സമരമുഖത്തിരിക്കുന്ന ഈ സമയത്ത് വഖഫ് ഭേദഗതി ബില്ലിൽ ശ്രീ ഹൈബി ഈഡന്റെ നിലപാട് എന്താണെന്നറിയാൻ എനിക്കും ആഗ്രഹമുണ്ട്. ഞങ്ങൾക്കറിയാൻ ആഗ്രഹമുണ്ട്. ഞാൻ ജനിച്ചു വളർന്ന മണ്ണ് ഇന്ന് എനിക്ക് സ്വന്തമില്ല എന്ന് പറയുന്നു. ഈ വരുന്ന പാർലമെൻറ്റിൽ പാസ്സാക്കാൻ പോകുന്ന വഖഫ് നിയമ ഭേദഗതിയെക്കുറിച്ച് ഞങ്ങളുടെ MP ആയ ഹൈബി ഈഡന്റെ നിലപാട് എന്താണെന്നറിയാൻ എനിക്കും ആഗ്രഹമുണ്ട്. ജിജീഷ് കരുണാകരൻ ചേരുന്ന വിവരങ്ങളുമായി. ജിജീഷ്, ഇത് ശക്തമായൊരു പ്രതിഷേധമാണ്. നമുക്കറിയാം, വരാൻ പോകുന്ന പരീക്ഷാ കാലമാണ്, ക്രിസ്മസ് വരാൻ പോകുന്നു. അവരെ സംബന്ധിച്ച് വലിയ ഉത്സവത്തിൻ്റെ കാലവും കൂടിയാണ് അവിടെ. പക്ഷേ അവരുടെ ആശങ്ക മുഴുവൻ തങ്ങളുടെ കിടപ്പാടം നഷ്ടപ്പെടാൻ പോകുന്നതിലാണ്. തങ്ങളുടെ അച്ഛനും അമ്മയും എല്ലാം സമരമുഖത്ത് തുടരുന്നതിനെക്കുറിച്ചുള്ള ആശങ്കപ്പെടുകയാണ് കുട്ടികൾ. ഈ പരീക്ഷയുടെ പ്രശ്നങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് അവരുടെ ആദ്യ കൂടുതലും ഇതിലാണ്. അപ്പോൾ തങ്ങളെ പ്രതിനിധീകരിക്കുന്ന അച്ഛനും അമ്മയും ഒക്കെ ഒരു പക്ഷേ വോട്ട് കൊടുത്തിട്ടുണ്ടാവുന്ന ഹൈബി ഈഡൻ MP എന്ത് ചെയ്യുന്നു പാർലമെന്റിൽ എന്ന ചോദ്യമാണ് അവർ ഉയർത്തുന്നത്. വളരെ ശക്തമായൊരു പ്രതിഷേധ മാർഗം. ജിജീഷ്, വീണ, വലിയ ഒരു പ്രതിഷേധ മാർഗത്തിലേക്ക് അല്ലെങ്കിൽ വേറിട്ട ഒരു പ്രതിഷേധ മാർഗത്തിലേക്ക് തന്നെയാണ് അവർ പോകുന്നത്. കാരണം കഴിഞ്ഞ 44 ദിവസത്തിലധികമായി 46-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു. അവിടെ റിലേ നിരാഹാര സമരം ആരംഭിച്ചിട്ട് ആ സമരപ്പന്തലിൽ തന്നെ ആളുകൾ, ആ പ്രദേശവാസികൾ തുടരുന്നു. അതാണ് ഈ കുട്ടികൾ അവരുടെ വീഡിയോയിൽ പറയുന്നത്. തങ്ങളുടെ അച്ഛനും അമ്മയുമെല്ലാം, മാതാപിതാക്കൾ ദിവസങ്ങളായി ആ സമരപ്പന്തലിൽ തുടരുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടികളെ അവർക്കൊന്ന് കാണാൻ കഴിയുന്നില്ല. ഈ കുട്ടികളുടെ അടുത്തേക്ക് മാതാപിതാക്കൾക്ക് കൃത്യമായി എത്താൻ കഴിയുന്നില്ല. പകരമാട്ടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും വീണ സൂചിപ്പിച്ചത് പോലെ തന്നെ അവരെ പരീക്ഷാ കാലം അടുത്തിരിക്കുന്നു. അവർക്ക് മാതാപിതാക്കളുടെ കൃത്യമായി തന്നെയുള്ള സംരക്ഷണവും ഒപ്പം തന്നെ അവർ അടുത്തുണ്ടാകേണ്ട ഒരു സമയമാണ്. ആ ഘട്ടത്തിലാണ് ഇത്രയധികം ദിവസം അവരെ ഈ ഒരു സമരമുഖത്ത് ഇരുത്തിയിരിക്കുന്നത്. എന്തിനാണ് അവരെ ഇങ്ങനെ ഈ സമരമുഖത്ത് ഇത്രയും നാൾ ഇരുത്തിയിരിക്കുന്നത് എന്ന ചോദ്യം തന്നെ, അല്ലെങ്കിൽ ആ മനസ്സിൽ തട്ടുന്ന ആ ചോദ്യം തന്നെയാണ് പ്രധാനമായും ആ കുട്ടികൾ അവിടെ ഉന്നയിക്കുന്നത്. അവർ പറയുന്നത് ഈ കാര്യത്തിൽ, അതായത് വഖഫ് ഭേദഗതി ബില്ലിൽ ഏത് വിഷയത്തിലാണോ തങ്ങളുടെ മാതാപിതാക്കൾ അവിടെ സമരരംഗത്ത് തുടരുന്നത്, ആ പ്രദേശത്ത് ജനം ഒന്നാകെ സമരരംഗത്ത് തുടരുന്നത്, ആ വിഷയത്തിൽ എന്ത് നിലപാടാണ് MP-ക്ക് ഉള്ളത്? സ്ഥലം MP ആണ്, എറണാകുളത്തെ പ്രതിനിധീകരിക്കുന്ന MP ആണ് ഹൈബി ഈഡൻ MP. പ്രത്യേകിച്ച് ആ പ്രദേശത്തെ ജനതയുടെ കൂടി വോട്ട് വാങ്ങി വന്നതാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ മറുപടി പറയാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ് എന്ന് തന്നെയാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല അവരുടെ ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ കൃത്യമായി തന്നെ അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്, ഇതിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം പഠനാവശ്യങ്ങളുണ്ട്, വിദ്യാർത്ഥികളുടെ പഠനാവശ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്, മറ്റ് ആവശ്യങ്ങൾക്ക് പണം ചെലവഴിക്കുന്നതിന് വേണ്ടി ബാങ്കിൽ നിന്ന് ലോൺ എടുക്കേണ്ട ഒരു പശ്ചാത്തലമുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഒന്നും തന്നെ വീടോ മറ്റോ പണയപ്പെടുത്തിയാണ് സാധാരണ നിലയ്ക്ക് അവർ ലോൺ എടുത്ത് കുട്ടികളുടെ പഠനാവശ്യങ്ങൾ വിനിയോഗിച്ചിരുന്നത്. അതിലാണ് ഈ ഒരു കുട്ടി പറയുന്നത്, വിദേശത്ത് പഠനത്തിന് വേണ്ടി പോകാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയായിരുന്നു. ആ വിദേശ പഠന സ്വപ്നം തന്നെയാണ് തനിക്ക് അവിടെ അവസാനിപ്പിക്കേണ്ടി വന്നതെന്ന കാര്യം ആ കുട്ടി ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് എറണാകുളത്തെ ഹൈബി ഈഡൻ MP-ക്കെതിരായ മാത്രമുള്ള
പ്രതിഷേധമല്ല. സംസ്ഥാനത്തെ മുഴുവൻ എംപിമാരും സ്വീകരിച്ചിരിക്കുന്ന നിലപാട് എന്ന് പറയുന്നത് ഈ വഖഫ് ഭേദഗതി ബില്ലിനെ എതിർക്കുക എന്നതാണ്. വഖഫ് ഭേദഗതി ബില്ലിനെ എതിർക്കുക എന്ന് പറയുമ്പോൾ മുനമ്പത്തെ ജനതയ്ക്ക് നീതി കിട്ടാനുള്ള ഒരു സാഹചര്യം ഒഴിവാക്കുക എന്ന് തന്നെയാണ്. അത് മുനമ്പത്തെ ജനതയ്ക്ക് നീതി കിട്ടാനുള്ള ഒരു സാഹചര്യം ഒഴിവാക്കുക എന്നത് മാത്രമല്ല, സംസ്ഥാനത്തെ ഓരോ ഭാഗത്തും ഇത്തരത്തിൽ പ്രശ്നം അഭിമുഖീകരിക്കുന്ന സാധാരണ ജനതയ്ക്ക് നീതി കിട്ടാനുള്ള എല്ലാ സാഹചര്യങ്ങളെയും എല്ലാ അവസ്ഥകളെയും ഇല്ലാതാക്കുക എന്നത് തന്നെയാണ്. കാരണം നിയമസഭയിൽ 140 MLA-മാരും ഒരുമിച്ച് പ്രമേയം പാസാക്കിയ ഒരേ ഒരു വിഷയം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഭേദഗതി ബില്ലിനെ എതിർത്തുകൊണ്ടായിരുന്നു കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നത്. സ്വാഭാവികമായും അവിടെ ഈ എംപിമാരുടെ പിന്തുണ ഇല്ലാതെ തന്നെ ബില്ല് പാസാക്കാനുള്ള എല്ലാ ശക്തിയും അല്ലെങ്കിൽ പാർലമെന്റിലെ ശക്തമായി തന്നെയുള്ള ഒരു നിര BJP-യെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്, ഭരണപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. എന്നാൽ ആ ഘട്ടത്തിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട് ഒരു ജനത അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിൽ അനുഭാവപൂർവമോ അനുകമ്പയോടോ അവർക്കൊപ്പം നിൽക്കാൻ ഈ എംപിമാർ തയ്യാറാകുന്നില്ല. ഇവിടെ സമരരംഗത്ത് ഇത്രയും കാലം തുടരുമ്പോൾ സ്വാഭാവികമായും ആ എംപിക്ക് അവിടെ സന്ദർശിക്കാൻ കഴിയും, ആ എംപിക്ക് അവരുടെ പ്രശ്നങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ കഴിയും. ആ സമരപ്പന്തലിലെത്തി നിങ്ങളുടെ പ്രശ്നങ്ങൾ കൂടി ഞാൻ കേൾക്കാൻ തയ്യാറാണ് എന്ന കാര്യം ചൂണ്ടിക്കാണിക്കാൻ കഴിയും. എന്നാൽ സ്ഥലം MP എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ എറണാകുളത്തെ പ്രതിനിധീകരിക്കുന്ന MP എന്ന നിലയ്ക്ക് ഹൈബി ഈഡൻ ഇക്കാര്യത്തിൽ യാതൊരു നിലപാടും ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. ഏത് പക്ഷത്താണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ വഖഫ് ഭേദഗതി ബില്ലിനെ അനുകൂലിക്കുകയാണോ അതിനെ എതിർക്കുകയാണോ തന്റെ സമീപനം, അതിൽ ഏത് സമീപനം സ്വീകരിക്കുന്നു എന്ന കാര്യം മാത്രമല്ല, മുനമ്പത്ത് സമരമിരിക്കുന്ന ആളുകൾക്കൊപ്പമാണോ അല്ലെങ്കിൽ അവിടെ തീരദേശവാസികൾ ഉൾപ്പെടെ സമരമിരിക്കുമ്പോൾ അവരെ പിന്തുണയ്ക്കുന്ന ഒരു സമീപനമാണോ, മറിച്ച് അവരുടെ ഭൂമി ഇല്ലാതാക്കുന്ന നിലപാടിലേക്കാണോ താൻ പോവുക എന്ന കാര്യം കൃത്യമായും വ്യക്തമായും പറയാൻ ഹൈബി ഈഡന് ധാർമ്മികമായി തന്നെ അതിന്റെ ഉത്തരവാദിത്തമുണ്ട്. എന്നാൽ സ്വാഭാവികമായും ഇത് സംബന്ധിച്ച ഒരു പ്രതികരണത്തിനും ഇതുവരെ സ്ഥലം MP തയ്യാറായിട്ടില്ല. അതുതന്നെയാണ് മുനമ്പത്ത് കൂടുതൽ ശക്തമായ പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്നത്. കാരണം സമരം തുടങ്ങിയപ്പോൾ മുതൽ അവർ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് എറണാകുളത്ത് ഹൈക്കോർട്ട് ജംഗ്ഷനിൽ വഞ്ചി സ്ക്വയറിൽ ഈ സമരത്തിന് തുടക്കം കുറിച്ചപ്പോൾ അന്ന് തന്നെ ഇക്കാര്യത്തിൽ അവിടെയുള്ള ജനങ്ങൾ ഉയർത്തിയൊരു കാര്യം എന്ന് പറയുന്നത് ഹൈബി ഈഡൻ ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കണം. നിങ്ങൾ ഞങ്ങൾക്കൊപ്പമാണോ അല്ലെങ്കിൽ ഭൂമി പിടിച്ചെടുക്കാൻ വന്നിരിക്കുന്ന വഖഫ് ബോർഡിനൊപ്പമാണോ എന്നതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. നിങ്ങൾ നീതിക്കൊപ്പമാണോ നിങ്ങൾ അനീതി പ്രവർത്തിക്കുന്ന ആളുകൾക്കൊപ്പമാണോ എന്നാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. നിങ്ങൾ ഇത്തരം അവസരങ്ങളിൽ അല്ലെങ്കിൽ ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ജനകീയ പക്ഷത്ത് നിൽക്കുമോ അല്ലെങ്കിൽ മതപ്രീണന പക്ഷത്ത് നിൽക്കുമോ എന്ന് ഞങ്ങൾക്ക് അറിയാനുണ്ട് എന്ന കാര്യം അവർ ചൂണ്ടിക്കാണിച്ചിരുന്നു. അതിനുശേഷവും ഒരിക്കൽ പോലും ആ സമരപ്പന്തലിലേക്ക് എത്താൻ ഹൈബി ഈഡൻ MP തയ്യാറായിട്ടില്ല. അവിടെയുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ തയ്യാറായിട്ടില്ല. ഈ ഒരു ഘട്ടത്തിൽ സമരം 46 ദിവസം പിന്നിടുന്ന ഘട്ടത്തിൽ പോലും ഇതാണ് അവസ്ഥയെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ എന്തായിരിക്കും ഈ എംപിമാരിൽ നിന്ന് തങ്ങൾക്ക് ഒരിക്കലും അനുകൂലമായ ഒരു സമീപനം ഉണ്ടാകില്ല എന്ന് മനസ്സിലാക്കി തന്നെയാണ് ഈ ജനത ഇവരോട് കൃത്യമായ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അതിന് മറുപടി ഇല്ലാതെ ഒഴിഞ്ഞു മാറുക തന്നെയാണ് ഇടത് വലത് എംപിമാർ, പ്രത്യേകിച്ച് എറണാകുളം MP ഹൈബി ഈഡനും ചെയ്യുന്നത്. വീണ, ഓക്കെ, ശരി ജിജീഷ്.